പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയുടെ മരണം വലിയ വിവാദ വിഷയമായതാണ്. ഈ പരിപാടിയിൽ ഒന്നിലധികം വീഡിയോകൾ ഈ വിഷയത്തിൽ ചെയ്തതുമാണ്. ഏറ്റവും പുതിയ സംഭവവികാസം എന്താണെന്ന് വെച്ചാൽ, ചാൻസലർ നിയമിച്ച താൽക്കാലിക VC ഡോക്ടർ ശശീന്ദ്രനെ ചാൻസലർ തന്നെ കുത്തിന് പിടിച്ച് രാജിക്കത്ത് എഴുതി വാങ്ങിച്ചു എന്നുള്ളതാണ്. അവിടുത്തെ മുഴുവൻ സമയ വൈസ് ചാൻസലർ ഡോക്ടർ ശശീന്ദ്രനാഥ് എന്നു പേരുള്ള വേറൊരു ശശിയായിരുന്നു. ഈ കുറ്റകൃത്യം മൂടിവെക്കുന്നതിനും പ്രതികളെ സഹായിക്കുന്നതിനും പരമാവധി ഉത്സാഹിച്ച ഡീൻ ഒരു വിദ്വാനുണ്ടായിരുന്നു. ഡീനെയും അസിസ്റ്റൻറ്റ് വാർഡനെയും സഹായിച്ചു. അവർക്കെതിരെ ഒരു നടപടി എടുക്കാൻ കൂട്ടാക്കിയില്ല, അഥവാ നടപടി പരമാവധി വച്ച് വൈകിച്ചു. നിയമോപദേശം കിട്ടിയതിന് ശേഷം പോലും ഉത്തരവിൽ ഒപ്പിടാൻ മടിച്ചു എന്ന കാരണം പറഞ്ഞിട്ടാണ് ഡോക്ടർ ശശീന്ദ്രനാഥിനെ ചാൻസലർ ചവിട്ടി പുറത്താക്കിയത്. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് കരപ്പോട്ട് കയറ്റി നിർത്തിയിരിക്കുകയാണ്. ഇനി സർവീസിൽ തിരിച്ചെടുക്കുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു താൽക്കാലിക VC ആയിട്ട് ഡോക്ടർ ശശീന്ദ്രനെ നിയമിച്ചത്. ഈറ്റെടുക്കാൻ പോയവൻ ഇരട്ട പറ്റു എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ. പഴയ വൈസ് ചാൻസലർ SFIക്കാരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്യുള്ളായിരുന്നു. ഇദ്ദേഹം ചോദിച്ചാൽ അവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക മാത്രമല്ല, രണ്ടാം മുണ്ടെടുത്ത് ആരെയും കെട്ടുക കൂടി ചെയ്യാൻ തുടങ്ങി. അവിടുത്തെ ഈ മാർക്സിസ്റ്റ് അനുകൂല അധ്യാപക സംഘടന വൈസ് ചാൻസലറെ താടിക്കെട്ട് മാത്രമല്ല തലക്കെട്ട് ഞുണ്ടുകടി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവിടുത്തെ ആൻറ്റി റാഗിങ് കമ്മിറ്റി കുറ്റക്കാരാണെന്ന് കണ്ടെത്തി പുറത്താക്കിയ 33 വിദ്യാർത്ഥികളിൽ ഏതാനും പേരെ തിരിച്ചെടുക്കാൻ പറഞ്ഞ് നമ്മുടെ വൈസ് ചാൻസലർ അദ്ദേഹത്തിന് ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് നിയമോപദേശം പോലും തേടാതെ സ്വന്തം താല്പര്യപ്രകാരം അന്വേഷണപ്രകാരം തിരിച്ചെടുക്കാനായിട്ട് ഉത്തരവിട്ടു. തിരിച്ചെടുക്കാൻ ഉത്തരവിടുക മാത്രമല്ല, പക്ഷേ ആ വാർത്ത കഷ്ടകാലത്തിന് മനോരമയിൽ വന്നു. മനോരമയിൽ വന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കി നിങ്ങൾക്ക് ഊഹിച്ചാൽ മതി. കടന്നൽക്കൂട്ടിൽ കല്ലിട്ട പോലെ. അപ്പോഴത്തേക്കും VD സതീശൻ ഇടത് വിങ്ങിൽ നിന്നും K സുരേന്ദ്രൻ വലത് വിങ്ങിൽ നിന്നും വൈസ് ചാൻസലറെ ആക്രമിച്ചു. വൈസ് ചാൻസലർക്ക് ഇനി ഒരു നിമിഷം പോലും അവിടെ തുടരാൻ കഴിയുകയില്ല, അദ്ദേഹത്തിൻ്റെ ധാർമ്മിക അധികാരം നഷ്ടപ്പെട്ടു എന്നൊക്കെ ആക്ഷേപമായി. SFIക്കാർ പോലും വൈസ് ചാൻസലറെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മുമ്പോട്ട് വന്നില്ല. അല്ലെങ്കിൽ തന്നെ SFIക്കാർ ഇപ്പോൾ സിദ്ധാർത്ഥന് നീതി ഉറപ്പാക്കുന്ന തിരക്കിലാണ്. ഞാൻ പഠിച്ച ആലുവ UC കോളേജിൻ്റെ മുമ്പിൽ SFIക്കാർ കെട്ടിയിട്ടുള്ള ഒരു ബാനർ കണ്ട് സത്യം പറഞ്ഞ് ഞാൻ നാണിച്ചു പോയി. ഞാൻ ഈ കോളേജിലുള്ള പഠിച്ചതെന്ന് ആലോചിച്ചിട്ട് എനിക്ക് വലിയ ലജ്ജ തോന്നി. കാരണം എന്താ വെച്ചാൽ SFIക്കാർ ആവശ്യപ്പെടുന്നത് സിദ്ധാർത്ഥന് നീതി ഉറപ്പാക്കും SFI എന്നാണ്. സിദ്ധാർത്ഥനെ തല്ലിക്കൊന്നത് ഇഞ്ചിഞ്ചായിട്ട് ചതച്ച് മരണത്തിലേക്ക് തള്ളിവിട്ടത് SFIക്കാരാണ്. അവരിപ്പോൾ സിദ്ധാർത്ഥന് നീതി ഉറപ്പാക്കുന്ന തിരക്കിലാണ്. അത് മഹാരാജ് സ്കൂളിലെ SFIക്കാർ ഉറപ്പാക്കിയാൽ എനിക്ക് കുഴപ്പമില്ല, അവരുടെ ജോലിയെ നീതി ഉറപ്പാക്കലാണ്. ആലുവ UC കോളേജിലെ SFIക്കാരും ആ ഒരു നിലവാരത്തിലേക്ക് ഉയർന്നു എന്ന് കണ്ടപ്പോൾ ഞാൻ ലജ്ജിച്ചു പോയി. ആ കോളേജിൽ പഠിക്കാൻ ഇടവന്നതോർത്ത്, അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ പ്രവർത്തകരായിരുന്നു എന്നുള്ള ഓർത്ത് എനിക്ക് സത്യത്തിൽ വലിയ അപമാനം തോന്നി. ഇങ്ങനെയുള്ള ആളുകൾ നീതി ഉറപ്പാക്കിയാൽ ഈ നാടിൻ്റെ സ്ഥിതി എന്താവും എന്ന് നമ്മൾ ആലോചിച്ചു. അതുപോട്ടെ, SFI അല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം വൈസ് ചാൻസലറാണ്. ഡോക്ടർ ശശീന്ദ്രൻ്റെ ഈ നടപടി മനോരമയിൽ വന്നു. അതിനെ തുടർന്ന് മറ്റ് പത്രങ്ങളും ചാനലുകളും ഏറ്റുപിടിച്ചു. സകല ചാനലുകളും ഇത് ഒരു അധ്യാപക നേതാവിൻ്റെ മകനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വൈസ് ചാൻസലർ ഈ ഊളത്തരം കാണിച്ചത് എന്ന് തുറന്നടിച്ച് പറഞ്ഞു. മാത്രമല്ല, മാർക്സിസ്റ്റ് പാർട്ടിയുടെ പല പ്രമുഖ നേതാക്കളും വൈസ് ചാൻസലറുടെ മേലെ സമ്മർദ്ദം ചെലുത്തിയെന്നും ഒരു ഹൃദ്രോഗി കൂടിയായ അദ്ദേഹത്തിൻ്റെ ഹൃദയം ഈ സമ്മർദ്ദത്തിലാകെ വികാര തരളിതമായെന്നും ഹലിഞ്ഞു പോയി എന്നൊക്കെ പത്രത്തിൽ വന്നു. അതേ തുടർന്ന് അദ്ദേഹം വൈസ് ചാൻസലറോട് ബഹുമാനപ്പെട്ട ഗവർണർ, അതായത് ചാൻസലർ വിശദീകരണം തേടി. വിശദീകരണം തേടുക മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഉത്തരവ് ചാൻസലർ മരവിപ്പിച്ചു. CBIക്ക് അന്വേഷണം വിട്ടുകൊടുക്കാനായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സമ്മതിച്ചുവെങ്കിൽ ഇതുവരെ അതിൻ്റെ കടലാസ് ഡൽഹിയിൽ കിട്ടിയിട്ടില്ല എന്നാണ് സിദ്ധാർത്ഥൻ്റെ അച്ഛൻ പറയുന്നത്. അതുകൊണ്ട് CBIക്കാർ വന്നിട്ടില്ല, അന്വേഷണം ഏറ്റെടുത്തിട്ടുമില്ല. ഈ പ്രതികൾ എന്ന് പറയുന്ന സഖാക്കൾ, അഥവാ സഖാക്കൾ എന്ന് കരുതപ്പെടുന്ന പ്രതികൾ, അവരങ്ങനെ സബ് ജയിലിൽ സുഖവാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് 90 ദിവസം കഴിയുമ്പോൾ ജാമ്യം കിട്ടും. അതിനു മുമ്പ് തന്നെ ഒരു പക്ഷേ കിട്ടിയേക്കും. ഏതായാലും CBI വരാനുള്ള ഒരു മട്ടും കാണാനില്ല. മുഖ്യമന്ത്രി ഈ സിദ്ധാർത്ഥൻ്റെ മാതാപിതാക്കളെ ഏമാത്തുകയായിരുന്നു എന്നൊരു ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ ഗവൺമെൻറ് സെക്രട്ടറി പറയുന്നത് ഇത് ഇവിടുന്ന് മുഖ്യമന്ത്രിയുടെ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഡൽഹിക്ക് അയച്ചിട്ടുണ്ട്. ഡൽഹിയിൽ കിട്ടിയില്ലെന്നറിയില്ല. കിട്ടിക്കഴിഞ്ഞാൽ CBI വരാനും വരാതിരിക്കാനും സാധ്യതയുണ്ട് എന്നാണ്. അപ്പോൾ ആ ഒരു സമയത്താണ് ഇങ്ങനെ 33 പേരെ തിരിച്ചെടുക്കാനുള്ള ഒരു തീരുമാനം വൈസ് ചാൻസലറുടെ ഭാഗത്തുണ്ടാകുന്നത്. സസ്പെൻഷൻ പിൻവലിച്ച് ഇവരെ കുറ്റവിമുക്തരാക്കി കോളേജിൽ തിരിച്ചെടുക്കാനുള്ള ആലോചന നടക്കുന്നത്.
അത് അറിഞ്ഞ ഉടനെ തന്നെ ചാൻസലർ ഈ തീരുമാനം മരവിപ്പിച്ചു എന്ന് മാത്രമല്ല, വൈസ് ചാൻസലറോട് ചേട്ടൻ ഇത്രയും നേരം സഹായിച്ചത് മതി, ഇനി സഹായിക്കട്ട, ഉള്ള നേരത്തെ കാലത്തെ കാൽപ്പായ കടലാസിൽ രാജിക്കത്ത് എഴുതി പോയിക്കൊള്ളാൻ പറഞ്ഞു, അല്ലെങ്കിൽ ചവിട്ടി പുറത്താക്കും എന്ന നിലപാട് ചാൻസലർ വീണ്ടും എടുത്തു എന്നാണ് പറയുന്നത്. ഏതായാലും വൈസ് ചാൻസലർ ഈ പറഞ്ഞ പോലെ ഒരു രാജിക്കത്ത് എഴുതി കൊടുത്ത് തടി സലാമത്താക്കി വീട്ടിൽ പോയി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വർത്തമാനം. ഏത് വൈസ് ചാൻസലർ പോയി ഇനി ഏത് കൊഞ്ഞാണനാണ് അവിടെ VC ആയിട്ട് വരുന്നത് നമുക്കറിയില്ല. ആര് വന്നാലും ഇതിനേക്കാൾ മോശമാവില്ല എന്ന് നമുക്ക് വിചാരിക്കാം. ഏതായാലും സിദ്ധാർത്ഥന് നീതി കിട്ടുന്ന കാര്യമൊക്കെ വളരെ സംശയമാണ്. ഇതുപോലുള്ള ആളുകളാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലും മറ്റ് സ്ഥാപനങ്ങളിൽ ഇരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് സിദ്ധാർത്ഥൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റെന്തെങ്കിലും ചെയ്യാൻ നമുക്കിപ്പോൾ ശക്തി പോരാ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. സിദ്ധാർത്ഥൻ്റെ മാതാപിതാക്കളുടെ തീരാവേദനയിൽ പങ്കുചേരുകയും ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.